മധൂരിൽ കോഴി വളർത്തൽ കേന്ദ്രം തകർത്ത തെരുവ് നായ്ക്കൾ 50ഓളം നാടൻ കോഴികളെ കൊന്നൊടുക്കി. ചെറു സംരംഭം വിപുലീകരിക്കാനുള്ള ഒരുക്കത്തിനിടെയാണ് ഉടമയായ യുവാവിന്റെ സ്വപ്നങ്ങളെല്ലാം നായ്ക്കൂട്ടം തകർത്തെറിഞ്ഞത്. This news sponsored by ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. മധൂർ പട്ല ചെന്നിക്കൂടലിലെ തോട്ടത്തിനകത്തെ നാടൻ കോഴി വളർത്തൽ കേന്ദ്രം തകർത്താണ് തെരുവ് നായ്ക്കൂട്ടം കോഴികളെ കൂട്ടത്തോടെ കൊന്നൊടുക്കിയത്. 5000 രൂപ വരെ വില വരുന്ന അത്യുൽപാദന ശേഷിയുള്ള 6 പൂവൻ കോഴികളും ഇക്കൂട്ടത്തിലുണ്ട്. കല്ലക്കട്ടയിലെ സഫ്വാന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ കോഴി വളർത്തൽ കേന്ദ്രം. വെള്ളിയാഴ്ച പുലർച്ചെ 5:30യോടെയാണ് സംഭവം. വ്യാഴാഴ്ച രാത്രി തീറ്റയും വെള്ളവും കൊടുത്ത് സഫ്വാൻ കോഴി വളർത്തൽ കേന്ദ്രം പൂട്ടിപ്പോയതായിരുന്നു. പുലർച്ചെ ശബ്ദം കേട്ട് സമീപവാസികൾ വന്നു നോക്കിയപ്പോഴാണ് തെരുവ് നായ്ക്കൂട്ടത്തിന്റെ പരാക്രമം കണ്ടത്. ഇവരെല്ലാം ചേർന്ന് നായ്ക്കളെ വടിയെടുത്തോടിച്ചതിനാൽ മറ്റു കോഴികൾ കടിയേൽക്കാതെ രക്ഷപ്പെട്ടു. 4ഓളം നായകളാണ് വിരളിപൊണ്ട് ഇവിടെ പരാക്രമം നടത്തിയതെന്നാണ് വിവരം. കൂടിന് കെട്ടിയ നെറ്റും ഡോറും തകർത്താണ് നായകൾ അകത്ത് കയറിയത്. ഏതാണ്ട് 500,000 രൂപയുടെ നാശനഷ്ടമുണ്ടായിട്ടുണ്ടെന്നാണ് സഫ്വാൻ പറയുന്നത്. ഇലക്ട്രീഷ്യനായ സഫ്വാനെ 1 വർഷം മുമ്പ് ജോലിക്കിടെ കട്ടർ മെഷീനിൽ നിന്നും മാരകമായ മുറിവേറ്റിരുന്നു. മാസങ്ങളോളം നീണ്ട ആശുപത്രിവാസത്തിനും ലക്ഷങ്ങളോളം ചെലവഴിച്ചുള്ള ചികിത്സയ്ക്കും ശേഷം തിരിച്ചെത്തിയ ഈ യുവാവിന് പഴയ ജോലി ചെയ്യാൻ കഴിയാതെ വന്നതോടെയാണ് നാടൻ കോഴി വളർത്തൽ കേന്ദ്രമെന്ന സംരംഭത്തിലേക്ക് വഴിമാറിയത്. സർക്കാർ സഹായത്തോടെ ഹാച്ചറി ഉൾപ്പെടെ സ്ഥാപിച്ച് കോഴി വളർത്തൽ കേന്ദ്രവും മുട്ടയുൽപാദനവും വിപുലമാക്കാനുള്ള പരിശ്രമം നടന്നു വരുന്നതിനിടയിലാണ് സഫ്വാന്റെ സ്വപ്നങ്ങളൊക്കെയും തെരുവ് നായ്ക്കൂട്ടം തകർത്തെറിഞ്ഞത്. വളർത്തുമൃഗങ്ങൾക്കും മനുഷ്യർക്കും വലിയ ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുന്ന തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കാനും നിലക്കു നിർത്താനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആത്മാർത്ഥവും അടിയന്തരവുമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് സഫ്വാനും ഒപ്പം ഈ നാട്ടുകാരും ഒരേ സ്വരത്തിൽ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.